ഹിസ്ബുള്ളയുടെ ചീഫ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടോ? ഇതാണ് ചോദ്യം. അമേരിക്കയിലെ ലോകപ്രശസ്തമായ ന്യൂസ് പേപ്പറായ ന്യൂയോർക്ക് ടൈംസ് ഇസ്രായേലി ഇന്റലിജൻസ് ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്ത് പറയുന്നത് ഒരു 90% അദ്ദേഹം കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി. ഇത് പറയാനുണ്ടായ കാരണം ബെഞ്ചമിൻ നെതന്യാഹു യുണൈറ്റഡ് ജനറൽ അസംബ്ലി പ്രസംഗിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് സദേൺ ലെബനനിൽ, അതായത് ബെയ്റൂട്ടിൻ്റെ ഹൃദയഭാഗത്തുള്ള സിറ്റിയിൽ, ആ ഭാഗത്ത് വെച്ച് നസറുള്ളയും ഹിസ്ബുള്ളയുടെ ചില സീനിയർ നേതാക്കളുമായിട്ടൊരു മീറ്റിംഗ് നടത്താൻ പോവുകയായിരുന്നു. ബങ്കറിൽ വെച്ച്, അതായത് അണ്ടർഗ്രൗണ്ടിൽ വെച്ച്. അതിനകത്ത് 4 പരം ഇറാനിയൻ ഒഫീഷ്യൽസും അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഇസ്രായേലി എയർ സ്ട്രൈക്ക് അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു മുമ്പ്. അത് ലോകം മുഴുവൻ ഇപ്പോൾ വലിയ വൈറലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ബങ്കറിലോട്ട് ഈ ബോംബ് വീഴുമ്പോൾ ബോംബ് വീണിട്ട് അകത്ത് പോയിട്ട് മറ്റുള്ള ബോംബുകളും അവിടെ കിടന്ന് പൊട്ടുകയാണ്. അതായത് റെസിഡൻഷ്യൽ ഏരിയയാണ്. അതിന് ചുറ്റുമുള്ള 6ഓളം ബിൽഡിങ്ങുകൾ ഈ ബോംബിങ്ങിൽ തകർന്നുപോയി. മനസ്സിലാക്കുക, ഇതേ ഏരിയയിൽ തന്നെയായിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും ഇവരുടെ നസറുള്ളയായിട്ടുള്ള മീറ്റിങ്ങും എല്ലാം ഉണ്ടായിരിക്കുന്ന സ്ഥലം. ഇത് വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന, പല സ്ഥലത്തും മാറി മാറിയാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇതായിരുന്നു പ്രധാനമായിട്ടുള്ള ലൊക്കേഷൻ. ഇത് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ പത്രം കോട്ട് ചെയ്യുന്നത്, ഇത് ജനങ്ങളും സ്കൂളും ഒക്കെയുള്ള ഏരിയയാണ്. അപ്പം അതിൻ്റെ ഭാഗത്ത് സേഫ് സോൺ എന്ന രീതിയിലാണ് ഈ ഭാഗം ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് വിളിക്കുന്നു, നസറുള്ള അവിടെ ഉണ്ടാകും എന്ന രീതിയിൽ ഇറാനിയൻ ഒഫീഷ്യൽസ് വരും. ഏകദേശം 12ഓളം ഹിസ്ബുള്ളയുടെ സീനിയർ ആയിട്ടുള്ളവരും ഈ നസറുള്ളയായിട്ടുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് പിൻ പോയിന്റ് ആയിരുന്നു അറ്റാക്ക്. ഇപ്പോൾ ഇസ്രായേലി ഇന്റലിജൻസ് ഒഫീഷ്യൽ ന്യൂയോർക്ക് ടൈംസിനെ കോട്ട് ചെയ്ത് പറയുന്നത്, ഇതിൻ്റെ ബോംബിൻ്റെ ശേഷി എത്ര മാത്രമാണ് നോക്കിയ ശേഷം കൃത്യമായിട്ട് പറയാൻ അദ്ദേഹം കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന്. പക്ഷെ അവർ പറയുന്നൊരു കാരണമുണ്ട്, ന്യൂയോർക്ക് ടൈംസ് പറയുന്ന കാരണമുണ്ട്, കൊല്ലപ്പെടാനുള്ള സാധ്യത ഏകദേശം 90 മുതൽ 95% നസറുള്ള കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് നസറുള്ള പടമായി എന്നാണ് അവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിറിയയിൽ ഇപ്പോൾ അസാദ്, നിങ്ങൾക്കറിയാം, സിറിയയിൽ വളരെ ഇഷ്യൂ ആയിരുന്നു അവിടെ ഭരിക്കുന്ന പ്രസിഡന്റ് ആസാദിനെതിരെ. അപ്പോൾ സിറിയയിലെ നോർത്തേൺ ഭാഗത്ത് മുഴുവനും വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. നസറുള്ള കൊല്ലപ്പെട്ടു, അവർ സീറ്റ്സ് വിതരണം ചെയ്യുന്നു, വലിയ ആഘോഷങ്ങൾ, ഡാൻസുകളൊക്കെ കളിക്കുകയാണ്. സിറിയയിലൊരു മുസ്ലിം പള്ളിയിൽ മോസ്കിൽ അനൗൺസ് ചെയ്ത് പറയുകയാണ്, സോഷ്യൽ മീഡിയ വരുന്നൊരു വൈറൽ സംഭവമാണ്. അതായത് വാങ്കിനിടയ്ക്ക് പറയുകയാണ്, ഹിസ്ബുള്ളയുടെ നേതാവ് നസറുള്ള കൊല്ലപ്പെട്ടു, നമുക്കിന്ന് സന്തോഷത്തോടെ കഴിയേണ്ട ഒരു സമയമാണ്. കാരണം ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയത്. ഈ നസറുള്ളയുടെ കൊലപാതകം സിറിയയിലുള്ള വലിയൊരു ശതമാനം ജനങ്ങളും ആഘോഷിക്കുകയാണ്. കാരണം നസറുള്ളയും അസാദും ചേർന്ന് സിറിയയിൽ മസക്കേർ, കൂട്ടക്കൊലയാണ് നടത്തിയത്. അപ്പോൾ അവിടെയുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഹിസ്ബുള്ളക്കെതിരെ അസാദിനെതിരെ അസാദിനേക്കാളും ഹിസ്ബുള്ളയോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യം. കാരണം അസാദിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അവിടെ പ്രക്ഷോഭം നടത്തിയ സാധാരണക്കാരെ കൊലപ്പെടുത്തുവാൻ, അതായത് നിങ്ങൾക്കറിയാം, അസാദ് എന്ന് പറയുന്ന ഒരു ഡിക്റ്റേറ്ററാണ്. വളരെ വർഷക്കാലം കൊണ്ട് സിറിയ ഭരിക്കുകയാണ്. ആ രാജ്യത്തെ തന്നെ നശിപ്പിച്ചു. അതിന് പല ഭാഗങ്ങളിൽ ലിബറേറ്റഡ് സോണുകളായിട്ട് മാറുകയും ചെയ്തു. അവിടെയും വലിയ ആഘോഷം നടക്കുകയാണ്. ലെബനൻ, അവിടെയും ആഘോഷം നടക്കുകയാണ് നസറുള്ള കൊല്ലപ്പെട്ടതായി ബന്ധപ്പെട്ട്. അപ്പോൾ സംഭവം ഏതാണ്ട് ഉറപ്പിച്ച് പറയാം. പിന്നെ മറ്റുള്ള ഗ്ലോബൽ മീഡിയയും നസറുള്ള പടമായി എന്ന വാർത്ത തന്നെയാണ് കൊടുക്കുന്നത്. ഇറാൻ അതിനെപ്പറ്റി പറയുന്നത്, അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് അവർ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ 4ഓളം സീനിയർ ഒഫീഷ്യൽസും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ അവരും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇറാൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഇറാൻ്റെ ഒരു ഏജൻസി, തസീം എന്ന് പറയുന്ന ഏജൻസി പറയുന്നത്, നസറുള്ള സേഫാണ്, അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കൊല്ലപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇറാനിയൻ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രൈവറ്റ് ന്യൂസ് ഏജൻസിയാണ് ഈ സംഭവം. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട്
ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തിയിലോട്ട് പോവുകയാണ്. ഇനി നോക്കുക, എന്തൊക്കെയാണ് ഇസ്രായേലി നടത്തുന്ന ഒരുക്കങ്ങൾ. ഏകദേശം 1800ഓളം പാറ്റൻ ടാങ്കുകൾ നോർത്തേൺ ഇസ്രായേലിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് ഏത് സമയത്തും കയറുവാൻ വേണ്ടി. അതായത് ഒരു കാര്യം കൃത്യം, വാർ ഈസ് ഇമ്മിനൻറ്റ്. കാരണം ഇസ്രായേലി ഫോഴ്സ് തെക്കൻ ലെബനൻ പിടിച്ചെടുക്കാൻ, ഞാൻ ആ നേരത്തെ പറഞ്ഞ വീഡിയോയിലുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. അതായത് തെക്കൻ ലെബനൻ ലിബറേറ്റ് ചെയ്തിട്ട് അതിനെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാക്കി ഒരു ബഫർ സോൺ ആക്കി എടുക്കുക, ഒരു പ്രത്യേക രാജ്യമാക്കി എടുക്കുക. ഇതാണ് ഇസ്രായേലിൻ്റെ, അമേരിക്കയുടെയും മറ്റ് പല രാജ്യങ്ങളുടെ ഉദ്ദേശം. അല്ലെങ്കിൽ വീണ്ടും ഈ ഹിസ്ബുള്ള പോലുള്ള ശക്തികളും അല്ലെങ്കിൽ ഇറാൻ ഇതേപോലുള്ള പ്രോക്സീസിനെ വെച്ച് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം വളരെ കൃത്യമാണ്, ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളക്കെതിരെയുള്ള ഫൈറ്റിൽ പൂർണ്ണ വിജയത്തിലോട്ട് പോവുകയാണ്.